ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം കഴിഞ്ഞ വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിശദീകരണം തേടിയത്. കൊള്ളയിൽ തന്ത്രിയെ പൂട്ടാനും SIT നീക്കം തുടങ്ങി. കണ്ഠരര് രാജീവരരുടെ കൈപ്പട പരിശോധിക്കാൻ പ്രത്യേക സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി. സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നതിനിടെ ആന്റണി MPയുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPIM സംസ്ഥാന സമിതി അംഗം KP ഉദയഭാനു രംഗത്തെത്തി. ദേവസ്വം പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തുടൻ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി നൽകിയത് എന്തിനെന്ന ചോദ്യമാണ് PS പ്രശാന്തിനോട് പ്രധാനമായും ചോദിച്ചത്. ഇക്കാര്യത്തിൽ അസാധാരണമായ തുടക്കമുണ്ടായിരുന്നു എന്ന സംശയം നേരത്തെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. എന്നാൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് കൊടുത്തുവിട്ടതെന്നാണ് പ്രശാന്തിന്റെ വിശദീകരണം. അതേസമയം പാളികൾ ഇളക്കുന്ന കാര്യം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് വ്യക്തമാക്കി. പ്രശാന്തിനെ കൂടാതെ ദേവസ്വം ബോർഡ് മുൻ അംഗം അജിത് കുമാറിന്റെ മൊഴിയും കഴിഞ്ഞയാഴ്ച SIT രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ കൈപ്പട പരിശോധിക്കാനുള്ള നീക്കവും പ്രത്യേക സംഘം ആരംഭിച്ചു. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകി. ദ്വാരപാലക പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടാൻ അനുജ്ഞ നൽകിയതിലാണ് പരിശോധന. തന്ത്രി സ്വന്തം കൈപ്പടയിലാണ് ഇക്കാര്യം എഴുതി നൽകിയതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അനുമതി ലഭിച്ചാലുടൻ സാമ്പിൾ ശേഖരിക്കുമെന്ന് SIT വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള കേസിൽ നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തമാക്കിയ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കലക്ട്രേറ്റുകളിലേക്ക് DCCകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ വിവിധയിടങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്തെ സമരത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിയെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് വിവരക്കേടാണെന്ന് ആവർത്തിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും പ്രതികളെ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന് VD സതീശൻ. ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF അതിനുവേണ്ടി പ്രവർത്തിക്കും. ഒരു സംശയവും വേണ്ട. അവസാനം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കും. ഒറ്റ കൊള്ളക്കാരെ വെറുതെ വിടാൻ UDFും കോൺഗ്രസും അനുവദിക്കില്ല. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച KPCC അധ്യക്ഷൻ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തണമെന്നും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. നഷ്ടപ്പെട്ട സ്വർണം എത്ര ആർക്ക് വിറ്റു, അതെവിടെ എന്ന് അന്വേഷിക്കണം. അത് കണ്ടെത്തണം. അത് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കണം. പ്രതികൾ അവര് നൽകുന്ന സ്റ്റേറ്റ്മെന്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ആ മൊഴിക്ക് നിയമത്തിന്റെ മുൻപിൽ പ്രാബല്യമുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം. പോറ്റ് തട്ടിപ്പുകാരനാണ് എന്നറിഞ്ഞിട്ടും മന്ത്രി VN വാസവനും PS പ്രശാന്ത് അധ്യക്ഷനായ ബോർഡും വീണ്ടും അറ്റകുറ്റപ്പണികൾക്ക് ചുമതലപ്പെടുത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. കാസർഗോഡ് നടന്ന പ്രതിഷേധ മാർച്ചിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പാരഡി ഗാനം ആലപിച്ചു. അതിനിടെ ആന്റണി MPയുടെ സാമ്പത്തിക ഇടപാടിൽ സംശയമുന്നയിച്ച് CPIM സംസ്ഥാന സമിതി അംഗം KP ഉദയഭാനു രംഗത്തെത്തി. തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ഇടപാടിലാണ് ഉദയഭാനു ദുരൂഹത ആരോപിച്ചത്. ശബരിമല തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് രാജുവിൻ്റെ വകയായിട്ടുള്ള ഫൈനാൻസ് ഡിപ്പോസിറ്റ് ചെയ്തതായി SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റണി MP 2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 10 വീണ്ടും കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യ ഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.